ബൗളർമാർ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ദിവസം ബ്ലോക്ക് ബസ്റ്ററിന്റെ രണ്ട് കിടിലൻ ചേസുകൾ. ആദ്യത്തത് പഞ്ചാബിന്റെ വകയാണെങ്കിൽ രണ്ടാമത്തത് ഹൈദരാബാദിന്റെ വകയാണ്. ഇന്ന കിടിലൻ മത്സരങ്ങളാണെന്നേ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പവർ പ്ലേ ആണ് ഒരു മത്സരത്തിന്റെ ചേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്. പവർ പ്ലേയിൽ ഏത് ടീം മികച്ചു നിൽക്കുന്നോ ആ ഒരു ടീമിന് വിജയത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇന്ന് പഞ്ചാബിലും നമ്മൾ കണ്ടതാണ്. ഹൈദരാബാദിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും കൂടെ നേടി നൽകിയതും അതേ കാര്യം തന്നെയാണ്. പഞ്ചാബിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്തായാലും ഇന്നത്തെ കിഡിലോസ്കി രണ്ടാമത്തെ ചേസ്, ഹൈദരാബാദ് രാജസ്ഥാനെ പരാജയപ്പെടുത്തിയ ചേസിലേക്ക് നോക്കുമ്പോൾ ചേസിന് മുൻപ് ബാറ്റിംഗ് ഫസ്റ്റിൽ രാജസ്ഥാന് വേണ്ടി നിറഞ്ഞാടിയ ആ ബാലതാരത്തിന്റെ പ്രകടനം എടുത്തു പറഞ്ഞേ പറ്റൂ. ബാലവേല ജയിപ്പിക്കുകയാണ് രാജസ്ഥാൻ. ഈ ഒരു പയ്യന്റെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഈ ടീം വല്ലാതെ വെള്ളം കുടിക്കുമെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന പെർഫോമൻസ് എന്ന് കാഴ്ചവെച്ചത് 14ാമത്തെ വയസ്സിലും സെഞ്ചുറി നേടാൻ പറ്റി. ഇതാ 15ാമത്തെ വയസ്സിലും സെഞ്ചുറി നേടി. 6 അടിച്ച് ആ ഒരു സെഞ്ചുറി കഴിഞ്ഞ സമയത്ത് കമന്ററിയിൽ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സെന്റൻസ് ആണ് വീണ്ടും അടിവരെ ഇട്ട് പറയേണ്ടത്, ലിറ്റിൽ ലെജൻഡ് ഇൻ ദ മേക്കിംഗ്. അതെ, ഒരു ഇതിഹാസ താരം വളർന്നു വരികയാണ്. പലപ്പോഴും പലരും പല രീതിയിൽ ഇത് ഒരു വൺ ടൈം വണ്ടർ ആണോ എന്നൊക്കെ എഴുതി തള്ളാൻ കാത്തിരുന്നെടുത്ത് വീണ്ടും ആക്രമിച്ച് കളിച്ച് ഈ പയ്യൻസ് ഒരു സീറ്റ് പിടിച്ചങ്ങോട്ട് ഇടുകയാണ്. വൈഭവിനെ പുറത്താക്കണമെങ്കിൽ കിട്ടുന്ന അവസരങ്ങളിൽ പുറത്താക്കിക്കണം. ഒരു ക്യാച്ച് എങ്ങാനും കൊടുക്കുകയാണെങ്കിൽ ആ ക്യാച്ച് കൃത്യമായിട്ട് പിടിച്ചെടുത്തേക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും ആ മത്സരം. പിന്നെ ഈ ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഒരേ കണക്കാണ്. സാക്ഷാൽ രവീന്ദ്ര ജഡേജ വരെ മിസ് ഫീൽഡ് കാഴ്ചവെക്കുന്നു, ജഡേജ വരെ ക്യാച്ചുകൾ മിസ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തോ വേറൊരു ലീഗിൽ IPL മത്സരങ്ങൾ നടക്കുന്നത് കൂട്ടുള്ളൊരു തോന്നലാണ്. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കിടിലൻ ചേസിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയ്ക്കും ഒരു കിടിലൻ കൈയടി കൊടുക്കണം. കാരണം കൃത്യമായ ഒരു ഇടത്തേക്ക് ടീമിനെ വിജയത്തിന്റെ വാതിൽ എത്തിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പുറത്തു പോയത്. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമായിരുന്നു ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈദരാബാദിന്റെ ഡെത്ത് ഓവറിനെ എടുത്ത് അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇഷാൻ മലിംഗ അടിപൊളിയാണ്, പാറ്റ് കമിൻസ് ആസ് യൂഷ്വൽ കിടിലനാണ്. ഇവരൊക്കെ ഗംഭീരമായിട്ട് ആ ഒരു മത്സരത്തെ തിരിച്ചു പിടിച്ചത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവസാന 5 ഓവറുകളിൽ 44 48 റൺസ് മാത്രമാണ് രാജസ്ഥാൻ സ്കോർ ചെയ്തത്. ഒരു വമ്പൻ ടാർഗറ്റിലേക്ക് രാജസ്ഥാൻ എത്തിക്കാതിരുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് അവർ തന്നെയാണ്. മധ്യനിരയിൽ രാജസ്ഥാൻ വീണ്ടും ആടി ഉലയുകയാണ്. ക്യാപ്റ്റൻ പരാഗ് ഉൾപ്പെടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പരാഗിന് എന്താ പറ്റുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഓവർ എറിയാൻ വന്നു കഴിഞ്ഞാൽ തല്ലുകൊള്ളും, ബാറ്റ് ചെയ്യാൻ വന്നാൽ റണ്ണും എടുക്കില്ല. IPL ഓരോ മത്സരങ്ങളും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കിഡിലോസ്കി ചേസുകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്കോറുകളും സുരക്ഷിതമല്ലാതെ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ ഓറഞ്ച് ക്യാപ്പിന് ഒരു റെസ്റ്റ് ഇല്ലെന്നേ. എത്ര പേര് അത് തട്ടിമുട്ടിയും കളിക്കുന്നത്. ഇന്നലെ വിരാട് കോഹ്ലി എടുത്തു, അത് കഴിഞ്ഞ് KL രാഹുൽ ഇന്ന് ഉച്ചയ്ക്ക് എടുത്തുകൊണ്ട് പോയി. KL രാഹുലിൻ്റെ ഇന്ന് വൈഭവ് സൂര്യവംശി തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവിടുന്ന് അഭിഷേക് ശർമ്മ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുകയാണ്. നാളെ ആകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും മാറിമറിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസുകളുണ്ട്. ഓറഞ്ച് ക്യാപ്പ് റെസ്റ്റ് ഇല്ലാണ്ട് ഓട്ടമാണ്. ഓരോ മത്സരങ്ങളിലും ചേസിങ് വമ്പൻ ലെവലിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? കമന്റ് ബോക്സിൽ പറയണേ.